പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏഴയായി എനിക്കും വിശുദ്ധന്മാരുടെയും വിശുദ്ധരായ ദൈവമക്കളുടെയും മധ്യത്തിൽ ഒരു പ്രാവശ്യം കൂടി സാക്ഷിയായി നിൽക്കുവാൻ സ്വർഗം അടിയനോട് കാണിച്ചില്ല കരുണയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇരുവഴിയുടെ കവലയിൽ കെട്ടപ്പെട്ട ഒരു കഴുതയായിരുന്ന എന്നെ തന്റെ വിശുദ്ധന്മാരായ അപ്പോസ്തലന്മാരെ വിട്ട് സർവശക്തനായ ദൈവം അഴിപ്പിച്ച് സ്വർഗത്തിലേക്കുള്ള വഴിയിൽ എന്നെ നടത്തിക്കൊണ്ടുവന്ന എല്ലാ വിധങ്ങൾക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ പിതാവ് ജോലിയോട് അനുബന്ധിച്ച് വിദേശ രാജ്യത്തായിരുന്നതിനാൽ അവിടെ വെച്ച് ഈ അപ്പോസ്തലിക കൂട്ടായ്മയെ പറ്റി ചെറിയ ഒരു അറിവ് ലഭിക്കുവാനും അവിടെ കൂട്ടായ്മ ആചരിക്കുവാനും തൻ്റെ ശരീരത്തിൽ വന്നൊരു രോഗത്തിന് മരുന്ന് കൂടാതെ പ്രാർത്ഥന നിമിത്തം ഒരു അത്ഭുത സൗഖ്യം ലഭിച്ചതുകൊണ്ട് താൻ അവിടെ വെച്ച് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും എല്ലാം ഇടയായി. എന്നാൽ നാട്ടിൽ ആയിരുന്ന അപ്പച്ചനും അമ്മച്ചിയും മാതാവും ഒന്നും ഈ സത്യം സ്വീകരിക്കുവാൻ ഒരുക്കമായിരുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന ഒരു മുൻകാല അപ്പച്ചൻ, ഒരു വിശുദ്ധനായ അപ്പച്ചന്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ ബന്ധുക്കളായിരുന്നത് കൊണ്ട് അവിടെ കടന്നു വരുന്ന വിശുദ്ധന്മാരും വിശുദ്ധമതികളും ഞങ്ങളുടെ ഭവനത്തിലും വന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അന്ന് അവർ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങളുടെ കുടുംബത്തെയും കർത്താവ് രക്ഷിച്ച് ഇന്ന് ഞാനും ജീവനുള്ളവരുടെ ദേശത്ത് നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നു എന്ന് മാത്രമേ പറയുവാനുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ, ഏകദേശം 5 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഈ സത്യം എന്തെന്ന് മനസ്സിലാക്കാതെ മാതാപിതാക്കൾ കടന്നു വന്നതുകൊണ്ട് ഈ അപ്പോസ്തലിക കൂട്ടായ്മയിലായിരിക്കാൻ ദൈവം എന്നെയും സഹായിച്ചു. അതുകൊണ്ട് സൺഡേ സ്കൂളൊക്കെ പഠിച്ച് വളരുവാൻ ദൈവം എന്നെയും ഇടയാക്കി. ഞാൻ പഠിച്ച് വളർന്നു വന്നപ്പോൾ പാപവും എന്നിൽ വർദ്ധിച്ചു വരുവാൻ ഇടയായി തീർന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ അന്ന് ടെലിവിഷനിലായിരുന്നത് കൊണ്ട് എനിക്ക് ക്രിക്കറ്റ് കളി കാണുന്നതും അതിനോടനുബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ വളരെ താല്പര്യമായിരുന്നുകൊണ്ടും അയൽവക്കത്തെ ഭവനങ്ങളിലും മറ്റു ബന്ധുമിത്രാദികളുടെ ഭവനങ്ങളിലൊക്കെ കടന്നുപോയി ക്രിക്കറ്റ് കാണുന്നതും അതുമൂലം കളിക്കുവാൻ ആരംഭിക്കുവാനും ദേശം അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരനായി തീരണമെന്നുള്ള വാഞ്ചയോടെ ഞാൻ വളർന്നു വന്നു. എൻ്റെ 10ാം ക്ലാസ്സിന് ശേഷം എന്നെ അല്പം ദൂരെ നല്ലൊരു കോളേജിൽ ചങ്ങനാശ്ശേരിയിൽ പഠിക്കുവാനായി വിട്ടു. എന്നാൽ അവിടെ നിന്ന് വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ഞാൻ അകപ്പെട്ട് പിന്നീട് സിനിമാ ലോകത്തിലേക്കും മ്ലേച്ഛമായ പല കാര്യങ്ങളിലേക്കും എൻ്റെ ജീവിതം സഞ്ചരിക്കുവാനിടയായി തീർന്നു. എന്തിനായിട്ടാണ് പഠിക്കാൻ വിട്ടതെന്ന് യാതൊരു ഉദ്ദേശവുമില്ലാതെ ഞാൻ വെറുതെ അലഞ്ഞു തിരിയുന്ന കാലഘട്ടങ്ങളായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാലും മാതാപിതാക്കളുടെയും സ്നേഹിച്ച വിശുദ്ധന്മാരുടെയും കണ്ണുനീരെല്ലാം കർത്താവ് കണ്ട് തക്ക സമയത്ത് എനിക്ക് രക്ഷയെ പറ്റിയ ഒരു അറിവ് നൽകി. മാനസാന്തരപ്പെട്ട് 2001 വർഷം തിരുവല്ലായിൽ സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ ജലസ്നാനം സ്വീകരിപ്പാൻ കർത്താവ് എന്നെയും സഹായിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ഉപരിപഠനത്തിനായി തമിഴ്നാട്ടിലേക്ക് കടന്നു പോകാനിടയായി. ഞാൻ ഉപേക്ഷിച്ച പാപങ്ങളിലൊന്നും ചെന്നുപെടാതെ അവിടെ നോക്കുവാനോ കാണുവാനോ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എൻ്റെ മാതാപിതാക്കൾ ആദ്യം അന്വേഷിച്ചത് അവിടെ ഫെയ്ത്ത് ഹോം ഉണ്ടോ എന്നായിരുന്നു. വിശ്വാസഭാവനം ഉണ്ടായിരുന്നത് കൊണ്ട് ആദ്യം ചെന്ന് ഫെയ്ത്ത് ഹോമിൽ എന്നെ ഏൽപ്പിച്ചിട്ട് പിന്നീടാണ് കോളേജിൽ അഡ്മിഷൻ എടുക്കുവാനായി പോയത്. ഫെയ്ത്ത് ഹോമിൽ ആയിട്ടുള്ള ബന്ധത്തിൽ ഞാൻ അവിടെ കഴിയുവാനിടയായി തീർന്നു. പല സമയങ്ങളിൽ കൂട്ടുകാരാൽ പല വിധത്തിൽ പല പ്രലോഭനങ്ങളും പലവിധ പരിശോധനകളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ നേരിട്ടുവെങ്കിലും അതിലൊന്നും അകപ്പെട്ടു പോകാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. ആ കോളേജിൽ മറ്റു ചില ക്രിസ്തീയ സുഹൃത്തുക്കളോട് ചേർന്ന് ഒരു പ്രയർ സെൽ ആരംഭിക്കുന്നതിനും കർത്താവിനെ അറിയാത്ത പലരോടും ചുരുക്കമായി സുവിശേഷം പറയുവാനും പല വിഷയങ്ങൾക്കായി രാത്രികാലങ്ങളിൽ കോളേജിന്റെ വരാന്തകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള നല്ല സമയങ്ങളൊക്കെ ദൈവം എനിക്ക് നൽകി. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം 2005 ഞാൻ ബാംഗ്ലൂരിന്റെ പ്രദേശത്തേക്ക് കടന്നു പോകാനിടയായി തീർന്നു. ആ വർഷം കടന്നു പോകുന്നതിന് മുമ്പേ എനിക്ക് അഭിഷേകം പ്രാപിക്കണമെന്ന് ഉള്ള വിഷയത്തിൽ എൻ്റെ മാതാപിതാക്കളും വിശുദ്ധന്മാരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വലിയ വാഞ്ചയൊന്നുമില്ലായിരുന്നു. ചില വർഷം തന്നെ അഭിഷേകമില്ലാതെ കഴിച്ചുകൂട്ടി. എന്നാൽ ദൈവം തക്ക സമയത്ത് അവരുടെ പ്രാർത്ഥനയും കണ്ണുനീരും കണ്ട് കേട്ട് ഒരു ഈസ്റ്ററിന് നടന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശക്തിയായിട്ട് എന്നെ അഭിഷേകം ചെയ്തു. ആ അഭിഷേകത്തിന്റെ ശക്തിയോടെയാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് കടന്നുപോയത്. എങ്കിലും ജയജീവിതം ചെയ്യുവാൻ കഴിയാത്ത
പലവിധമായ പാപത്തിന്റെ ശക്തികൾ എന്നെ വിടാതെ പിന്തുടർന്നു വന്നുകൊണ്ടേയിരുന്നു. അവിടെ വെച്ച് മഹത്വത്തിൽ പ്രവേശിച്ച ജോയൽ ദാസ് അപ്പച്ചൻ നടത്തിയ ഒരു യൗവനക്കാരുടെ മീറ്റിംഗിൽ വെച്ച് ഞാൻ എന്നെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. എങ്ങനെയെങ്കിലും പാപം നിറഞ്ഞ പിശാചിന്റെ പിടിയിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം, കർത്താവ് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായ ഒരു ദർശനം ഞാൻ കാണുവാനിടയായി തീർന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരക്കുരിശിൽ യേശു ഒരു മാംസപിണ്ഡമായി തൂങ്ങിക്കിടക്കുന്നു. അതിന്റെ ചുവട്ടിൽ ഒരു പാപിയെ പോലെ ഞാൻ ഇരുന്ന് കരയുകയാകുന്നു. യേശുവിന്റെ ഘോരമായ മുൾമുടിയിൽ നിന്ന് ഒരു തുള്ളി രക്തം എന്റെ തലയിലേക്ക് പെരുവെള്ളം പോലെയാണ് വന്ന് വീണത്. അത് തലയെന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്കാണ് വന്നത്. ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത സമാധാനവും സന്തോഷവും അന്ന് ഞാൻ അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം താമസിച്ച റൂമിലേക്ക് കടന്നുപോയി. അന്ന് രാത്രികാലം ഒരു സ്വപ്നം കാണുവാനിടയായി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ വലിയൊരു വലം കരം ദൈവം എന്നെ കാണിച്ചു. അതിലൊരു അമ്പ് തേച്ചു മിനുക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അതോടുകൂടി വില്ല് ഇല്ലായിരുന്നു. എനിക്ക് ആ സ്വപ്നത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. അന്ന് അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകരോട് ഞാനത് പങ്കുവെച്ചു. ദൈവത്തിന് നിന്റെ ജീവിതത്തെ പറ്റി എന്തോ ഒരു ഉദ്ദേശമുണ്ടെന്ന് മാത്രം അവർ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 2 വാക്യപ്രകാരം ദൈവം എന്നെ ഒരു ഉന്നത വിളിയാൽ വിളിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ജോലി ശരിയാകാഞ്ഞതുകൊണ്ട് വീണ്ടും പൂനായുടെ പ്രദേശത്തേക്കും വടക്കേ ഇന്ത്യയിൽ റാഞ്ചിയിലേക്കും എല്ലാം കടന്നു പോകാനിടയായി. അവിടെയുള്ള സുവിശേഷ വേലക്കാരോടൊപ്പം ഈ വേലയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെല്ലാം വാടക വീട്ടിൽ താമസിക്കുന്ന സുവിശേഷ വേലയിൽ, ഈ വേലയുടെ പലവിധമായ അവസ്ഥകളെയൊക്കെ കണ്ട് അവരോടുകൂടി ആരാധിപ്പാനെല്ലാം ദൈവം നല്ല സമയങ്ങളെ നൽകി. 2007 അവിടെ നിന്ന് വിദേശത്തേക്ക് കടന്നു പോകാൻ ഒരു അവസരം ദൈവം നൽകി. ദൈവത്തിന് സ്തോത്രം. അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ വിശുദ്ധന്മാരില്ലാത്ത സ്ഥലമായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട വിശ്വാസികളെ ആരാധനയുടെ ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു. ആ കൂട്ടത്തോട് ചേർന്ന് എനിക്കും സന്തോഷത്തോടെ ആരാധിപ്പാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് വ്യക്തമായ നിയമ തടസ്സങ്ങൾ ഉള്ളതായ ഒരു ദേശമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന പല ദൈവമക്കളും അന്ന് അടിയനോടുകൂടി അവിടെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് പല നിയമ തടസ്സങ്ങളുടെ മധ്യത്തിൽ ഒരുമിച്ചിരുന്ന് ആരാധിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആരാധനയിൽ ഞങ്ങളുടെ ഭവനത്തിലും ഒരു കാത്തിരിപ്പ് യോഗം എല്ലാ ആഴ്ചയും വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടുത്തായിരുന്നു മുസ്ലിമിന്റെ വലിയൊരു പള്ളിയും ഉണ്ടായിരുന്നത്. എന്നാൽ ഒരാഴ്ച എന്റെ ജോലി സംബന്ധമായി ഞാൻ അല്പം ദൂരേക്ക് കടന്നു പോകേണ്ടി വന്നു. മടങ്ങി വരുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ജോലി സംബന്ധം അവിടെ തങ്ങേണ്ടി വന്നു. എന്നാൽ ആ രാത്രിയിൽ ആ മതത്തിന്റെ മേലധ്യക്ഷന്മാരൊക്കെ ഭവനത്തിൽ കടന്നു വരികയും ഇവിടെ കുഞ്ഞുങ്ങളെ ബൈബിൾ പഠിപ്പിക്കുന്നതായിട്ട് അറിവുണ്ടെന്നെല്ലാം പറഞ്ഞ് ബഹളമുണ്ടാക്കുവാൻ തുടങ്ങി. അകത്തിരുന്ന സഹോദരി സഹോദരങ്ങൾ വാതിൽ തുറന്നില്ല. എന്നാൽ അവർ ശക്തമായി അത് തുറന്ന് അകത്ത് കയറി പല കാര്യങ്ങളും അവിടെ നോക്കുവാനിടയായി തീർന്നു. അപ്പോഴേക്കും വേദപുസ്തകം, പാട്ടുപുസ്തകം, എല്ലാ കാര്യങ്ങളും എല്ലാം ഒളിപ്പിച്ചു വെച്ചു. പലരെയും പിടിക്കുവാനിടയായി. അവരുടെ കാർഡുകളും രാജ്യത്ത് താമസിക്കേണ്ടതായ എല്ലാ രേഖകളും ഒക്കെ പിടിച്ചു വാങ്ങിവെച്ചു. അവരെല്ലാം അപ്പോൾ ചോദിച്ചത്, ഈ വീട്ടിൽ താമസിക്കുന്നവരാരാകുന്നു, ഇതിന്റെ ഉടമസ്ഥൻ ആരാകുന്നു എന്നാണ്. എന്നാൽ സഹോദരങ്ങൾ പറഞ്ഞു, എവിടോ ദൂരെ പോയിരിക്കുകയാണ്, വരുന്നതേ ഉള്ളൂ. അല്പനേരം അവർ കാത്തു നിന്നിട്ട് മടങ്ങി പോകാനിടയായി തീർന്നു. പിറ്റേ ദിവസം ഭയത്തോടെയാണ് അവിടെ വന്നതെങ്കിലും ദൈവം അത്ഭുതകരമായി സൂക്ഷിച്ചു. പിന്നീട് ഒരിക്കലും ആ ഭവനത്തിലേക്ക് അവർ വരുവാനിടയായി തീർന്നില്ല. സഹോദരങ്ങളെയും തക്ക സമയത്ത് വെറുതെ വിടുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പലവിധ അവസ്ഥകളിലൂടെയാണെന്നെല്ലാം ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതേസമയം എൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെ പറ്റി ഞാൻ ഇടയ്ക്കിടെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്ക് കർത്താവേ, ഭൂമിയിൽ വിശുദ്ധമായ ഒരു ജീവിതം ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. കാരണം വിശുദ്ധ ജീവിതത്തിന്റെ അല്പസന്തോഷം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതുകൊണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ പിശാച് പല വിധത്തിൽ പോരാട്ടങ്ങളും തടസ്സങ്ങളും ഒക്കെയായി കൊണ്ടുവരുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇതുപോലൊരു ഫെബ്രുവരി മാസം നാം ദൈവത്തോട് വ്യക്തമായി അതിനെപ്പറ്റി ചോദിച്ചു. ദൈവം ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 56 വാക്യപ്രകാരം ഞാൻ അവരെ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടു ചെന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ സന്തോഷിപ്പിക്കും എന്നുള്ള വചനപ്രകാരം ദൈവം എനിക്കൊരു വിളി നൽകുവാനിടയായി തീർന്നു. അപ്പോഴും എന്റെ സംശയം മാറിയിട്ടില്ലായിരുന്നു. ഞാൻ പല കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു. ദൈവം തന്നെ ആകുന്നു എന്നെ വിളിക്കുന്നതെന്നുള്ള ഉറപ്പിന് പല ദർശനങ്ങൾ ചോദിക്കുവാനിടയായി തീർന്നു. അതിനുവേണ്ടി എന്നെ സഹായിപ്പാനായി പല വിശുദ്ധന്മാരെയും അവിടെയും നാട്ടിലുമെല്ലാം ദൈവം ഒരുക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പല ദർശനങ്ങളും തന്ന് ദൈവം എന്നെ ഉറപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എങ്കിലും ഈ ശുശ്രൂഷയെ ഞാൻ ആഗ്രഹിച്ചതിന് 2 കാരണങ്ങളുണ്ട്, ആഗ്രഹിക്കാതിരുന്നതിനും 2 കാരണങ്ങളുണ്ട്. ആഗ്രഹിച്ചതിന്റെ കാരണങ്ങൾ പറഞ്ഞാൽ, ഒന്ന്, എന്റെ ഘോരമായ പാപങ്ങളെ, അനേകമായ ലക്ഷക്കണക്കിന് പാപങ്ങളെ തന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകി വെടിപ്പാക്കിയ ആ കർത്താവ് യേശുവിന് വേണ്ടി എന്തെങ്കിലും ഭൂമിയിലൊന്ന് ചെയ്യുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നൊരു വാഞ്ചയാണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാരണം,
സിയോനിലെ വിശുദ്ധന്മാരുടെ മഹത്വവും തേജസ്സും എന്താണ്, അത് എങ്ങനെയാണെന്ന് ഒരു അല്പം അതിന്റെ ഒരു അംശം ദൈവം എന്നെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. മഹത്വത്തിൽ പ്രവേശിച്ച എസി അപ്പച്ചന്റെയും ലാസർ അപ്പച്ചന്റെയും ടി യു അപ്പച്ചന്റെയും ഒക്കെ ജീവിതത്തെ പറ്റി കേൾക്കുവാനും കാണുവാനും അറിയുവാനും ഒക്കെ ഇടയായപ്പോൾ ഇതിൽ വാസ്തവമായി ഇങ്ങനെ ഒരു ജീവിതം ഭൂമിയിലുണ്ടോ, ഉണ്ടെങ്കിൽ അത് അനുഭവിച്ചാൽ കൊള്ളാമെന്നൊരു ചിന്ത എന്നിലേക്കും കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മറുവശത്ത് രണ്ട് പ്രധാന കാര്യങ്ങൾ എന്നെ ഇതിൽ നിന്നും തടയുവാനിടയായി. അതിലൊന്ന്, ശുശ്രൂഷയ്ക്ക് വന്നാൽ പലവിധമായ കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ, പരിശോധനകൾ എല്ലാം ഉണ്ടല്ലോ, പലരും വീണുപോകാനിടയായി തീർന്നു. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായി തീരുമെന്നുള്ള സംശയങ്ങൾ എന്നെ വേട്ടയാടി. രണ്ടാമത്തെ കാരണം, ഞാൻ എൻ്റെ ഭവനത്തിൽ മകനായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സഹോദരിയായിരുന്നു എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ മാതാപിതാക്കളെ എങ്ങനെ ആര് നോക്കുമെന്നുള്ള പല ചിന്തകളൊക്കെ എന്നെ അലട്ടുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ എൻ്റെ രണ്ട് ചോദ്യങ്ങൾക്കും ദൈവത്തിന് വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും സാരമാക്കേണ്ട എന്നും വീണുപോയവരെ ഒന്നും നീ നോക്കേണ്ട ആവശ്യമില്ല എന്നും ദൈവം എന്നോട് സംസാരിച്ചു. അതിന് ഒരു വ്യത്യസ്തമായ നിലയിലാണ് ദൈവം എന്നോട് സംസാരിച്ചത്. അടുത്ത ദിവസത്തെ വർത്തമാന പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ വെള്ളി രാജ്യത്തുള്ള ഒരു ഫ്ലൈറ്റ് തകർന്ന് അനേകർ മരിക്കുവാനിടയായ വാർത്തയാണ് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. വാർത്ത വായിച്ചതിന് ശേഷം അന്ന് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം സംസാരിച്ചു. ഇന്ന് ഈ ഫ്ലൈറ്റ് തകർന്ന് അനേകർ മരിച്ചു. നാളെ അതേ രാജ്യത്ത് നിന്ന് മറ്റേ രാജ്യത്തിലേക്ക് പോകേണ്ട ഇതേ കമ്പനിയുടെ മറ്റൊരു ഫ്ലൈറ്റ് പോകും. ഈ ഫ്ലൈറ്റിലേക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളവർ ഇന്ന് അപകടം നടന്നു എന്ന് ചിന്തിച്ച് നാളെ അവരുടെ യാത്ര മുടക്കുമോ എന്നൊരു ചോദ്യം ദൈവത്തിന്റെ ആത്മാവിനോട് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അവർ മുടക്കുകയില്ലായിരിക്കാം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നീ വീണുപോയവരെ, നഷ്ടപ്പെട്ടു പോയവരെ ഓർക്കേണ്ട ആവശ്യമില്ല, നിന്നെ വിളിക്കുന്നത് ഞാനാകുന്നു എന്ന് ദൈവം എന്നെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചു. മാത്രമല്ല, രണ്ടാമത്തെ എൻ്റെ വലിയ ഭാരം എൻ്റെ കുടുംബത്തെ പറ്റിയായിരുന്നു, മാതാപിതാക്കളെ പറ്റിയായിരുന്നു. അത് ചില നാളുകൾ കഴിഞ്ഞു പോകാനിടയായി ശക്തമായ പോരാട്ടം അതിനെല്ലാം വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു രാത്രി എൻ്റെ പ്രാണനാഥന്റെ യേശുവിന്റെ ശബ്ദം എന്നെ തകർത്ത് കളയുവാനിടയായി. ഞാനും എൻ്റെ പിതാവായി ദൈവത്തിന് ഏകജാതനായ പുത്രനാകുന്നു. നിന്നെ രക്ഷിക്കേണ്ടതിന്, നിന്നെ നരകത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന്, നിന്നെ സിയോനായി ഉയർത്തേണ്ടതിന് ഞാൻ സ്വർഗത്തിന്റെ സകല മഹിമകളെയും വിട്ട് താണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നില്ലേ? അങ്ങനെയെങ്കിൽ നിനക്കും എനിക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. ആ ചോദ്യത്തിൽ ഞാൻ തകർന്നു. എന്നെ തന്നെ കർത്താവിനായി സമർപ്പിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ജോലി ചെയ്ത കമ്പനികൾ പലവിധമായ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുവാനിടയായി. അതുവരെ ഇല്ലാത്തതിന്റെ അനേകം മടങ്ങ് ശക്തിയോടെ പിശാചനോട് പോരാടി. പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ വാഹനത്തിലാകുന്ന യാത്ര ചെയ്യുന്നത്. വാഹനത്തിന്റെ പുറകിൽ ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളും കമ്പ്യൂട്ടറും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഒരു ഹൈന്ദവ സഹോദരൻ അടുത്തതായി രക്ഷിക്കപ്പെട്ടതാണ്. തന്റെ ഭവനത്തിൽ ചെന്ന് അല്പസമയം പ്രാർത്ഥിക്കാമെന്ന് ചിന്തിച്ച് അവിടെ ചെന്ന് താഴെ കാറ് പാർക്ക് ചെയ്തിട്ട് മുകളിൽ പോയി അല്പസമയം പകൽ തന്നോടുകൂടി പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് വൈകിട്ട് വന്നപ്പോഴേക്കും കാറ് എല്ലാം അടിച്ച് തകർത്ത് പുറകിൽ നിന്ന് സാധനമെല്ലാം കൊണ്ടുപോയിരിക്കുന്നതായി ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഒരു ഹൃദയാഘാതം നേരിടുന്നത് പോലെ ആയിരുന്നു എനിക്ക്. കാരണം എത്രയോ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങളായിരുന്നു. ഉടനെ കമ്പനിയിൽ അറിയിച്ചു. പക്ഷെ അവർ അത് വിശ്വസിച്ചില്ല. ചില മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ കമ്പനിയിൽ വേറൊരു വ്യക്തി ഇതുപോലുള്ള സാധനങ്ങൾ വെളിയിൽ കൊണ്ടുപോയി വിറ്റ് കാശുമായി പോയത്. അതുകൊണ്ട് എന്നെയും അവർ ആ രീതിയിൽ സംശയിച്ചു. കമ്പനിയുടെ ഉന്നതനായ അമേരിക്കയിലെ മാനേജറായിരുന്നു. താൻ പറഞ്ഞു, നീ നാളെ രാവിലെ സാധനങ്ങൾ കൊണ്ട് വന്നാൽ മതി, അല്ലെങ്കിൽ നേരെ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മറുപടി പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭവനത്തിലേക്ക് പോയി. പോകുന്ന വഴിയിൽ എന്ത് ചെയ്യണമെന്ന് ആശയക്കുഴപ്പമൊക്കെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വർഷമാകുന്നു ആ വിശുദ്ധന്മാരെയും ദൈവം ആ ദേശത്തേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് രാത്രികാലം നമ്മുടെ വിശുദ്ധന്മാർ പഠിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ആലോചന എന്നെ ശക്തിയായി ദൈവം അറിയിച്ചു. നീ മുഴങ്കാലിൽ നിന്ന് 1000 സ്തോത്രം പറയുവാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ മുഴങ്കാലിൽ നിന്ന് 1000 സ്തോത്രം ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞു. വെളുപ്പിനെ എഴുന്നേറ്റ് വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചു. വീണ്ടും മുഴങ്കാലിൽ നിന്ന് 1000 സ്തോത്രം. ഇനിയും ധൈര്യമായി പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ കമ്പനിയിലേക്ക് മടങ്ങിച്ചെന്നു. ആദ്യ ചോദ്യം ഇത് തന്നെ ആയിരുന്നു, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എടുത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ കൊണ്ടുവരുന്നത്? അപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയണ്ട, എൻ്റെ വേറെ ഒരു മാനേജർ എൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചിട്ട് നേരെ ജയിലിൽ കൊണ്ടുവിട്ടേക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ മാനേജറിന്റെ കൂടെ ഞാൻ നേരത്തെ ജോലി ചെയ്തായിരുന്നു. മനസ്സില്ല മനസ്സോടെ എന്നെയും കൊണ്ട് താൻ കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ അഥവാ ജയിലിന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് താൻ ഇപ്രകാരം എന്നോട് ചോദിച്ചു. അത് റംസാന്റെ സമയമായിരുന്നു, പകൽ ആഹാരം ലഭിക്കുകയില്ല. നിന്നെ ഇവിടെ ഇട്ടിട്ട് പോയിട്ട് ഞാൻ എങ്ങനെ സ്വസ്ഥമായി കിടന്നുറങ്ങും? നിന്നെ എനിക്ക് നേരത്തെ അറിയാം, നീ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എന്നെല്ലാം താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തോ താങ്കളുടെ ഇഷ്ടം പോലെ ചെയ്താട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ സ്തോത്രത്തിന്റെ ശക്തി അപ്പോഴാകുന്നു ഞാൻ മനസ്സിലാക്കിയത്. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോകേണ്ടുന്ന വാഹനം ഉടനെ യു ടേൺ എടുത്ത് നേരെ തിരിഞ്ഞ് കമ്പനിയിലേക്ക് വന്നു. എന്നെ പറ്റി എന്തൊക്കെയോ താൻ അവിടെ പറഞ്ഞ്
ഇവനെ അവിടെ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാനേജറെ പറഞ്ഞ് ബോധിപ്പിച്ചു. അതിനുശേഷം എൻ്റെ ലൈസൻസും പല രേഖകളും അവിടെ വാങ്ങിച്ചു വെച്ചു, ദേശം വിട്ട് പോകാതിരിക്കാൻ. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ സാധനമാണ് നഷ്ടമായത്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പല എൻക്വയറികളും ഉണ്ടായി, എങ്കിലും ദൈവം എന്നെ ഭദ്രമായി സൂക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം വിശുദ്ധന്മാരോടുകൂടി വിശ്വാസഭവനത്തിൽ താമസിക്കുവാനും കർത്താവിന്റെ സ്നേഹം അനുഭവിപ്പാനും എല്ലാം ദൈവം എന്നെ ഇടയാക്കി. പതുക്കെ ആ വിഷയങ്ങളെല്ലാം കമ്പനി മറക്കുവാനിടയായി തീർന്നു. വീണ്ടും എന്നെ ജോലിക്ക് അയച്ചു. പല സൈറ്റുകൾ കടന്നു പോകാനിടയായി. പക്ഷേ പിശാചിന്റെ പിടി അയഞ്ഞില്ല. അനേക അപകടങ്ങൾ എന്നെ വേട്ടയാടുവാനിടയായി തീർന്നു. ദീർഘദൂരം വാഹനം ഓടിക്കേണ്ടതുകൊണ്ട് പലപ്പോഴും ഞാൻ മയങ്ങിപ്പോയി. രാത്രി പകൽ വ്യത്യാസമില്ലാതെ വാഹനങ്ങൾ കയ്യിൽ നിന്ന് വഴുതി പോവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. കാറ് പല പ്രാവശ്യം മണലിൽ മറിഞ്ഞ് വേലിയിൽ പോയി ഇരിക്കുന്ന അവസ്ഥകൾ, പല മറ്റ് വാഹനങ്ങൾ വന്ന് എൻ്റെ കാറിൽ ഇടിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. അപ്പോഴെല്ലാം ഒരു പോറൽ പോലും ഏൽക്കാതെ കർത്താവ് എന്നെ വെളിയിൽ കൊണ്ടുവന്നു. ആ സമയങ്ങളെല്ലാം മണലിൽ മുഴങ്കാൽ മടക്കി ഞാൻ ദൈവത്തോട് ചോദിക്കുക, എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം കർത്താവേ? യെശയ്യാവ് 43:4, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ കർത്താവ് ഇത്രത്തോളം സ്നേഹിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷം എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഞാൻ ഉറപ്പാക്കി. ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുവാൻ ആഗ്രഹിച്ചു. ഞാൻ അതിനായി ഒരുങ്ങി. എന്നാൽ പഴയ പ്രശ്നം വീണ്ടും ഉണ്ടായി. എല്ലാവരും പറഞ്ഞു, നീ കമ്പനിയിൽ രേഖകൾ വ്യക്തമായി കാണിച്ച് പൈസയുടെ കണക്കെല്ലാം തീർത്തിട്ടേ പോകാൻ കഴിയുമെന്ന്. എന്നാൽ ഞാൻ എൻ്റെ ആ രാജിക്കത്തിൻ്റെ ഒരു പേപ്പർ ഓഫീസിൽ നിന്ന് എടുത്തു. ഒരു 3 മാസത്തിന് മുമ്പ് അത് എടുത്തു. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും മുകളിലത്തെ മാനേജർ തുടങ്ങി എൻ്റെ സൂപ്പർവൈസർ വരെ 5 പേരതിൽ ഒപ്പിടണമായിരുന്നു. എനിക്ക് അവിടുന്ന് റെസിഗ്നേഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ദേശം വിടണമെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. 3 മാസം മുമ്പ് 5 ഇടത്തും ഞാൻ യേശുവിന്റെ പേരെഴുതി ഓരോ ദിവസവും 100 സ്തോത്രം വെച്ച് ചെയ്തുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമെന്ന് പറയട്ടെ, ഇത് കൊടുത്ത ദിവസം യാതൊരു തടസ്സങ്ങളും കൂടാതെ അവരെല്ലാം അപ്രൂവ് ചെയ്യുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്രൂവ് ചെയ്തത് മാത്രമല്ല, അവർ എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ട് എനിക്ക് ഇങ്ങോട്ട് തരാനുള്ള അല്പ പണം ഉണ്ടായിരുന്നു, അതും തന്നാണ് എന്നെ ആ ദേശത്തു നിന്ന് പറഞ്ഞയച്ചത്. നമ്മുടെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അതിനുശേഷം നാട്ടിൽ കടന്നു വരുവാനും കർത്താവിന്റെ കൃപയാൽ വിശുദ്ധന്മാരുടെ കൈവെപ്പോടുകൂടി ശുശ്രൂഷയിൽ കടന്നു വരുവാനും കൊട്ടാരക്കരയിലേക്ക് സ്ഥലം മാറ്റമായി പോവാനും ദൈവം എന്നെ സഹായിച്ചു. ഇത്രത്തോളം ദൈവത്തിന്റെ കൃപയിൽ എന്നെ മറച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, അവൻ ലോകത്തിന്റെ രക്ഷിതാവാകുന്നു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ജലസ്നാനം സ്വീകരിച്ച് ദൈവസഭയോട് ചേരുവാനായി നിങ്ങളെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ വിശ്വാസികളോടും എനിക്ക് പറയുവാനുള്ളത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ശ്രേഷ്ഠമേറിയ ഉപദേശത്തിൽ എപ്പോഴും AC അപ്പച്ചൻ പറയുന്നത് പോലെ ജയജീവിതത്തിന്റെ സൗന്ദര്യം മറ്റാർക്കുമില്ലാത്തൊരു ദൂത് ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് എപ്പോഴും അപ്പച്ചൻ പറയുന്നത് പോലെ ഈ സഭയിലാകുന്നു വിശുദ്ധ ജീവിതത്തെ പറ്റിയും ജയജീവിതത്തെ പറ്റി അധികമായി പഠിപ്പിക്കുന്നത്. അത് നാം പഠിച്ച് കർത്താവിന്റെ വരവിനായി ഒരുങ്ങട്ടെ. ഒരു വാക്കുകൂടി യൗവനക്കാരോട് ഓർപ്പിക്കട്ടെ. ഈ ലോകത്തിൽ നിങ്ങൾ എത്ര തന്നെ പഠിച്ചാലും എത്ര തന്നെ ജോലി ചെയ്താലും ലോകത്തിലെ ഏറ്റവും ഉന്നത പദവി വഹിച്ചാലും ദൈവത്തിന് സ്തോത്രം, അതെല്ലാം ശവപ്പെട്ടിയോട് ശവക്കല്ലറയോടുകൂടി അവസാനിക്കും. ഒരു തരി മണ്ണ് പോലും നമുക്ക് കൂടെ കൊണ്ടുപോകാനോ അല്പം പൈസ പോലും കൂടെ കൊണ്ടുപോകാനോ കഴിയുകയില്ല. എന്നാൽ നിത്യതയിലേക്കും നമുക്ക് മാറ്റിവെക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ സേവിപ്പാൻ ഇടയാക്കുന്ന ഒരേ ഒരു ജോലി ഈ ഉന്നതമേറിയ ശുശ്രൂഷയാകുന്നു. നിങ്ങൾ ഇതിനുള്ളിലെ കഷ്ടങ്ങളെ ഭയപ്പെട്ട് നിങ്ങൾ അതിനായി മടിക്കുന്നുവെങ്കിൽ ഒരു കാലത്തും നിങ്ങളുടെ ജീവിതം ശരിയായിരിക്കില്ല. ദൈവഹിതത്തിനുള്ളിലെ കഷ്ടങ്ങളെ ഭയപ്പെട്ടാൽ ദൈവഹിതത്തിന് വെളിയിലുള്ള പല കഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്ത് നിന്നും അനേക കുഞ്ഞുങ്ങളെ യൗവനക്കാരെ അതിനായി ഒരുക്കട്ടെ. ഈ രാത്രികാലം കർത്താവിനോട് കാണിച്ച സകല ദയയ്ക്കും കരുണയ്ക്കും വിശ്വസ്തതയ്ക്കുമായി ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുന്നു. തുടർന്ന് അന്ത്യത്തോളം കർത്താവിന്റെ ഭവനത്തിൽ വിശുദ്ധനും വിശ്വസ്തനുമായിരുന്നു നല്ലൊരു അവകാശം പ്രാപിപ്പാൻ ദൈവം അടിയനെ ഒരുക്കണം. നിങ്ങളുടെ എല്ലാം വിലയേറിയ പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ടിരുന്നുകൊള്ളുന്നു.